പാറ്റകൾ ഡൽഹിയിൽ സമരം നടത്തുകയാണ്. ഇന്ന് നാടകീയമായ ചില രംഗങ്ങളാണ് ഡൽഹിയിൽ അരങ്ങേറിയത്. CJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെ ഒരു സ്ത്രീ അഭിജിത് ദീപ്കയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ദീപ്കയ്ക്ക് നേരെ അവർ മഷിയൊഴിച്ചു. സംഭവത്തെ തുടർന്ന് CJP പ്രവർത്തകർ വേദിയിലേക്ക് ഓടിയെത്തി. ഒരർത്ഥത്തിൽ അഭിജിത് ദീപ്കയ്ക്ക് കണക്കിന് കിട്ടി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കാരണം അഭിജിത് ദീപ്കയുടെ മുഖത്തൊക്കെ ഈ ചോര ഒലിച്ചിറങ്ങുന്ന ചില രംഗങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സ്ത്രീ ആരാണെന്നോ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നോ ഒരു വ്യക്തമല്ല. സ്ത്രീയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CJP അണികൾ സ്ത്രീയെ തിരിച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് ഇടപെട്ട് അവരെ അവിടെ നിന്നും രക്ഷിച്ച് പുറത്തേക്ക് എത്തിച്ചത്. തനിക്കെതിരെ മഷി കുറഞ്ഞത് ഒരു അംഗീകാരമായി കാണുന്നുവെന്നാണ് ദീപ്കയുടെ ഒരു പ്രതികരണം വന്നത്. എന്നാൽ ഈ CJP പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നൊന്നുമല്ല. നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജൂലൈ 20-ാം തീയതി തിങ്കളാഴ്ച ഇവർ ഒരു പാർലമെന്റിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്താനായിട്ട് ഒരു പദ്ധതി ഇടുന്നുണ്ട്. ജൂലൈ 20-നാണ് പാർലമെന്റ് സമ്മേളനം ചേരാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു വലിയ രീതിയിൽ ഒരു സംഘർഷഭരിതമാക്കണം ഡൽഹിയെ മൊത്തത്തിൽ എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ 2-3 ആഴ്ചയായി രാഹുൽ ഗാന്ധി അടക്കം വിദേശത്ത് എവിടെയോ ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് CRP അടക്കം ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ 2-3 ആഴ്ചയോളമായി രാഹുൽ ഗാന്ധി നമ്മോടൊന്നും പറയാതെ വിദേശത്ത് എവിടെയോ പോയിട്ടുണ്ട് എന്ന് CRP തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പാർലമെന്റ് ഒരു കലുഷിതമാക്കുക അല്ലെങ്കിൽ പാർലമെന്റിന്റെ ഫ്രണ്ട് മുഴുവനും ഒരു സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്, ക്രമസമാധാനം തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും തിങ്കളാഴ്ച ഡൽഹി മുഴുവനും സൈന്യത്തിന്റെ ഒരു സുരക്ഷാ വലയത്തിൽ, അർദ്ധസൈനികരുടെ സുരക്ഷാ വലയത്തിലായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇപ്പോൾ BJP-ക്കാരാണ് പ്രശ്നമുണ്ടാക്കാനായിട്ട് സമരവേദിയിലേക്ക് എത്തുന്നത് എന്നാണ് അഭിജിത് ദീപ്ക ഇപ്പോൾ ആരോപിക്കുന്നത്. ഇന്ന് രാവിലെ മുതലാണ് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഇപ്പോൾ ജന്തർ മന്ദിറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയ ആക്ടിവിസ്റ്റായ സോനം വാങ്ചുക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയും ഇന്ന് ഉണ്ടായി. തുടർന്ന് അഭിജിത് ദീപ്കയാണ് സമരം ഏറ്റെടുത്ത് നടത്തിയത്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം CJP നടത്താൻ തീരുമാനിച്ച പാർലമെന്റ് മാർച്ചിന് 48 മണിക്കൂർ മുമ്പാണ് വാങ്ചുക്കിനെ വേദിയിൽ നിന്നും നീക്കം ചെയ്തത്. പാർട്ടികളുടെ പ്രധാന ലക്ഷ്യം മോദി സർക്കാരിനെ മാറ്റുക, ഈ സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. നിരാഹാര സമരത്തിന്റെ 20-ാം ദിവസത്തിലേക്ക് കടന്ന വാങ്ചുക്കിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണെന്നും അടിയന്തര മെഡിക്കൽ സഹായം വേണമെന്നും ചൂണ്ടിക്കാട്ടി വൻ പോലീസ് സന്നാഹമാണ് സമരപന്തലിലേക്ക് ഇരച്ചു കയറിയത്. എന്നാൽ ആശുപത്രിയിൽ മാറ്റാൻ വാങ്ചുക്കും അദ്ദേഹത്തിന്റെ അനുകൂലികളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും വിസമ്മതിച്ചിരിക്കുകയാണ്. ജൂലൈ 20-ലെ പാർലമെന്റ് മാർച്ചിനായി ഏത് വിധേനയും താൻ ജീവനോടെ ഉണ്ടാകും, അല്ലെങ്കിൽ എന്റെ പ്രേതമായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് വാങ്ചുക്ക് ഇന്നലെ പറഞ്ഞത്. സർക്കാരിൽ നിന്ന് അനുകൂലമായ പ്രതികരണം ഇല്ലാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ വാങ്ചുക്ക് നിൽക്കുന്നത്. അല്ലെങ്കിൽ അമിത്ഷായോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ എന്നെ ചർച്ചയ്ക്കായിട്ട് വിളിക്കണം എന്നാണ് വാങ്ചുക്ക് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. വാങ്ചുക്കിന്റെ അറസ്റ്റോടെ ജന്തർ മന്ദിറിലെ സമരം വീര്യം ഇരട്ടിച്ചിരിക്കുകയാണ്. CJP സ്ഥാപകൻ അഭിജിത് ദീപ്ക ഉൾപ്പെടെയുള്ള നേതാക്കൾ പോലീസ് നടപടിയെ ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഏകാധിപത്യപരമായ നടപടിയാണിതെന്നും നിരാഹാരം തുടരുന്ന വിദ്യാർത്ഥികളുടെ ജീവൻ വെച്ചാണ് സർക്കാർ കളിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത്. അറസ്റ്റിന് പിന്നാലെ കൂടുതൽ വിദ്യാർത്ഥികളും ജന്തർ മന്ദിറിലേക്ക് ഒഴുകിയെത്തുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും തിങ്കളാഴ്ച പാർലമെന്റ് സമ്മേളനം അതിനെ എങ്ങനെയെങ്കിലും ഒരു തകർക്കുക, അതിനെങ്കിലും ഒരു അലങ്കോലപ്പെടുത്തുക, പാർലമെന്റ് മൊത്തത്തിൽ ഒരു ദേശീയ ശ്രദ്ധ നേടുന്ന, അതായത് ഈ പാർട്ടികളുടെ സമരം ഒരു ദേശീയ ശ്രദ്ധ നേടുന്ന തരത്തിലേക്ക് പാർലമെന്റിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടുള്ള ഒരു നീക്കം നടത്തുക എന്നുള്ളതാണ് ഈ പാർട്ടികളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവർക്ക് അമേരിക്കയിൽ നിന്നടക്കം ഒരു ടൂൾ കിറ്റ് അടക്കം കിട്ടിയിട്ടുണ്ട്. എന്ത് പാർലമെന്റിൽ നടത്തണം എന്നടക്കമുള്ള ഒരു വിശദമായ ഒരു രേഖ അല്ലെങ്കിൽ വിശദമായ ഒരു തിരക്കഥ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. അതുകൊണ്ടാണ് പാർലമെന്റ് സമ്മേളനം ഏത് രീതിയിലും ഒരു ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു രീതിയിലേക്ക്, പാർലമെന്റിലേക്ക് ഒരു പ്രതിഷേധം ഏത് രീതിയിലും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തരത്തിലേക്ക് മാറുക എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടികളുടെ ഒരു ലക്ഷ്യം.